ഹലോ ഗൈസ്, പത്തരമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മീഡിയക്കാരൊക്കെ വന്ന് നയനയുടെ ഇൻ്റർവ്യൂ എടുക്കുവാണ് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, ഈ വീട്ടിൽ വന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ ഈ കഴിവൊക്കെ പുറലോകം അറിഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. ഹസ്ബൻഡാണ് ഏറ്റവും വലിയ സപ്പോർട്ടെന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ അവർ ആദർശിൻ്റെ കമൻറ്റ് ചോദിക്കും. ആദർശ് നയനെ പറ്റി നല്ല അഭിപ്രായമൊക്കെ പറയുവാണ്. കഴിഞ്ഞ് മൂർത്തി സാറിനോട് ചോദിക്കുമ്പോഴും മൂർത്തി സാറ് പറയുന്നുണ്ട്, ഇന്നത്തെ തലമുറയ്ക്ക് കണ്ടുപഠിക്കേണ്ട ഒരു സ്വഭാവമുള്ള ഒരു പെങ്കൊച്ചാണ്, അത്ര നല്ലൊരു കുട്ടിയാണെന്നൊക്കെ നയനെ പറ്റി പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും അവർ മീഡിയക്കാർ അവിടുന്ന് പോവുകയാണ്. അത് കഴിയുമ്പോൾ ആദർശ് നയനയ്ക്കൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് വിടാതെ ഷേക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അജയൻ പറയുന്നുണ്ട്, എടാ കൈ വിടടാ, അല്ലേ മോളുടെ കൈ ഒടിഞ്ഞു പോകുമെന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കുവാണ്. പക്ഷേ ഇതൊന്നും ജലജയ്ക്കും ദേവയാനിക്കും തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ദേവയാനീനെ ഇടയ്ക്ക് കുത്തിക്കൊണ്ട് ജലജ ഓരോന്ന് പറയുന്നുണ്ട്. നോക്കിയെടുത്ത് ഇനി ഓരോ മാറ്റങ്ങൾ കാണാൻ പോകുന്നുള്ളൂ എന്നുള്ള രീതിയിൽ പറയുവാണ്. ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും ദേവയാനിക്കങ്ങ് ഒന്നും മിണ്ടാനും പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ അങ്ങ് കരി തുള്ളി ഉറഞ്ഞവിടെ നിൽക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ആദർശം നയനയും മുറിയിലോട്ട് പോവാണ്. പിന്നെ എല്ലാവരും കയറി പോവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ജയൻ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് മൂർത്തി ജയനോട് പറയാണ്, മോനെ ഡിസൈനിങ് ഹെഡായിട്ട് നമുക്ക് നയനമോളെ വിളിച്ചാലോ എന്ന് പറയുവാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ദേവയാനി അങ്ങ് വരുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ദേവയാനിയോട് പറയുമ്പോൾ ദേവയാനി പറയുവാണ്, അല്ല അവൾക്കിവിടെ വേറെ പരിപാടിയില്ലേ, അവളെന്തിനാ അവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മൂർത്തി പറയാണ്, നയനമോക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ മോക്ക് ഓരോ കഴിവുണ്ട്, ഒരു കഴിവും ഇല്ലാതെ ഒരു പണിയില്ലാതിരിക്കാൻ നിങ്ങളുണ്ടോ, നിങ്ങൾക്ക് അടുക്കളയിൽ കയറാൻ പാടില്ലേ, പിന്നെ മോള് പോയ സമയത്ത് നിങ്ങളെല്ലാവരും അടുക്കളയിൽ കയറിയതെന്നും ചോദിക്കുവാണ് കേട്ടോ. ആ സമയത്ത് ജയൻ ദേവയാനിയെ കളിയാക്കി പറയുന്നുണ്ട്, അവർക്ക് പോലും അവരുണ്ടാക്കിയതൊന്നും ഇഷ്ടപ്പെട്ടില്ല, പിന്നെ മോളെ തിരിച്ച് കൂട്ടിക്കൊണ്ടു വന്നത് എന്തിനാണെന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാമല്ലോ എന്നൊക്കെ പറയുവാണ് കേട്ടോ. ആ സമയത്ത് മൂർത്തി പറയുന്നുണ്ട്, പിന്നെ പലതവണ നീ പറയുന്നത് ഞാൻ കേട്ടു, ഒളിഞ്ഞും മറിഞ്ഞും, മോള് ഇനി വരുന്ന അനാമിക മോളാണ് ഈ വീടിൻ്റെ മൂത്ത മരുമോളെന്ന്. അതല്ല, അങ്ങനെയല്ല, ഇവിടെ രണ്ട് മരുമക്കളുണ്ട്, അതങ്ങനെ തന്നെ കാണുകയും വേണമെന്ന് പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവയാനിക്ക് ഭയങ്കര ദേഷ്യവും അരിശവും വന്നിട്ട് പറയുകയാണ്, അച്ഛാ അവളെങ്ങനെയാണോ കയറി വന്നതെന്നുള്ള കാര്യം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല, എന്നെ കൊണ്ടത് പൊറുക്കാനും പറ്റത്തില്ല, എനിക്ക് ക്ഷമിക്കാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് കയറി പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന നയന ആദർശ് കൈ തന്നൊക്കെ ഓർത്തിങ്ങനെ സന്തോഷിച്ച് നടക്കുവാണ്. അതേ സമയത്ത് മുറിയിൽ ആദർശ് പയ്യെ നയനേനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നതായിട്ട് സ്വപ്നം കാണുവാണ് കേട്ടോ. ആ സമയത്താണ് നയന മുറിയിലോട്ട് കയറി വരുന്നത്. അപ്പോൾ നയന വയ്ക്കുന്നുണ്ട്, എന്തോ ഉണ്ടല്ലോ, എന്തോ പറ്റി, എന്തോ ആലോചിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആദർശ് പെട്ടെന്ന് പതറുവാണ്. എന്നിട്ട് ചിന്തിക്കുക, ഇവളെൻ്റെ ഭാര്യയല്ലേ, ഞാനെന്താ ഇവളുടെ മുമ്പിൽ പതറി പോകുന്നതെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ആദർശ് നയനോട് പറയണം, ഒന്നുമില്ല, ഞാനൊരു കഴിവില്ലാത്തവനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്ക് നയന പറയാം, ഇത് അത്ഭുതമായി പോയല്ലോ, ഒരുപാട് കഴിവുണ്ടെന്ന് സ്വയം പറഞ്ഞ് നടക്കുന്ന വിശ്വസിക്കുന്ന ആളല്ലേ, പിന്നെ എനിക്കറിയാമല്ലോ ആ മൂർത്തി ജ്വല്ലറിയുടെ MD ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ആദർശാണ് ഒരുപാട് കഴിവുണ്ടെന്ന് എനിക്കറിയാം എന്നൊക്കെ നയന പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നയനയോട് ആദർശ് ചോദിക്കുകയാണ്, ഞാൻ രാത്രിയിൽ അടുത്ത് വരുമ്പോൾ നീ എന്തിനാ ഈ കരയുന്നേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നയന പറയാം, വന്നപ്പോൾ തൊട്ട് ഞാൻ താഴെ ആയിരുന്നല്ലോ, പിന്നെ ബെഡിലും അകലം വലിച്ച്, നമ്മൾ തമ്മിൽ ഒരു അകലം എന്നും ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ പെട്ടെന്ന് അടുത്തോട്ട് വരുമ്പോൾ പേടിച്ചു പോവുകയല്ലേ എന്ന് ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് പറയാണ്, അനിയുടെ കല്യാണം ആവാറായി, അവൻ്റെ പെണ്ണും ഇനി കയറി വരും, അബിക്ക് ഓൾറെഡി ഒരു കുഞ്ഞാവാറായി, അപ്പോൾ അവർക്കൊക്കെ മാതൃകയാവേണ്ട നമ്മളിങ്ങനെ നിന്നാൽ മതിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നയന ചെറുതായിട്ടൊന്ന് ചിരിക്കുവാണ് കേട്ടോ. ആ സമയത്താണ് അനാമിക ഒരു പ്രസൻറ്റൊക്കെ ആയിട്ട് കയറി വരുന്നത്. ദേവയാനി അനാമികയെ കാണുമ്പോഴേ ഓടിച്ചാടി ചെല്ലുവാണ് കേട്ടോ, മോളെ എന്നൊക്കെ വിളിച്ച്. അപ്പോൾ അജയൻ അവിടെ ഇരിപ്പുണ്ട്. അജയനോട് നമ്മുടെ അനാമിക പറയുകയാണ്, ഇവിടെ ഒരാൾക്ക് വലിയ അവാർഡൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞു, അതിനൊരു ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വരാമെന്ന് ഓർത്ത് വന്നതെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ദേവയാനി പറയുകയാണ്, ഇതുപോലത്തെ ഗിഫ്റ്റൊന്നും നമുക്ക് മേടിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അതിനൊന്നും ഒരു അർഹതയില്ല എന്നുള്ള രീതിയിൽ പറയുവാണ്. മോളാണ് ഈ വീട്ടിലെ മൂത്ത മരുമോൾ, ആദ്യമായിട്ട് കയറി വരുന്ന മരുമോളും മോള് തന്നെ ആയിരിക്കും ശരിക്കുള്ള രീതിയിൽ എന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ടോണ്ട് അവിടെ കനകയും നവ്യ നിൽപ്പുണ്ട്. നവ്യ വിട്ടു കൊടുക്കുമോ, നവ്യ എടുത്തടിച്ചോളം പറയുകയാണ്, ഞങ്ങൾ രണ്ടും താലി കഴുത്തിൽ ഇട്ടുകൊണ്ട് തന്നെ ഇങ്ങനെ വന്നേ, അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടും പിന്നെ ആരാന്ന് ചോദിക്കുവാണ് കേട്ടോ. ഇതൊന്നും ദേവയാനിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ആ സമയത്താണ് ആദർശം നയനയും കൂടെ താഴോട്ട് വരുന്നത്. ആദർശം നയനയും കാണുമ്പോഴത്തേക്കും നമ്മുടെ അനാമിക അവിടെ ചെന്നിട്ട് ഗിഫ്റ്റ് നയനയ്ക്ക് കൊടുക്കുവാണ് കേട്ടോ. അപ്പം നയന പറയുന്നു, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ, എന്തായാലും സന്തോഷമുണ്ട്, താങ്ക് യു എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴും ദേവയാനി പിന്നെയും നയനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മൂർത്തി അങ്ങ് കയറി വരുന്നത്. എന്നിട്ട് ചോദിക്കും, എന്താടാ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ, എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട്. അപ്പോഴേക്കും മൂർത്തി പറയുന്നുണ്ട്, ഞാൻ പലതും കേട്ടോണ്ടാണ് വന്നേ. എന്നിട്ട് ദേവയാനിയോട് പറയുക, നിനക്ക് നയനമോളെ മൂത്ത മരുമോളായിട്ട് കാണാൻ പറ്റത്തില്ലെങ്കിൽ അത് നിൻ്റെ കുഴപ്പം. ഈ മൂർത്തി ജ്വല്ലറിക്കും ഈ കുടുംബത്തിനും ഒരു പാരമ്പര്യമുണ്ട്, അത് പലരെ സഹായിച്ചു തന്നെയുള്ള പാരമ്പര്യമാണ്, അത് വീടിന് പുറത്തും അകത്തും ഉണ്ടെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ എന്നിങ്ങനെ ചോദിക്കുവാണ്. എന്നിട്ട് പറയാണ്, നിന്നെ മൂത്ത മരുമോളായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്ത് ബഹുമാനവും സ്ഥാനമാണോ തന്നിട്ടുള്ളത്, അത് തന്നെ കൊച്ചുമക്കളുടെ മൂത്ത മരുമോളിലുള്ള
നയന മോൾക്കും കൊടുക്കണം. അത് അനാമിക മോൾക്കും വന്ന് കയറുന്ന അനാമിക മോൾക്കും ബാധകമാണ് എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ പറയാണ് അമ്മായിക്ക് ഞങ്ങളൊന്നും മരുമക്കളല്ല എന്നാണ് പറയുന്നതെന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, പറഞ്ഞത് പറഞ്ഞു, ഇനി മേലാൽ അത് ആവർത്തിച്ചേക്കരുതെന്നുള്ള രീതിയിൽ പറയുവാണ്. ആ സമയത്ത് നമ്മുടെ ദേവേനി പറയുവാണ്, എൻ്റെ മകൻ കെട്ടുന്ന ഭാര്യയ്ക്ക്, എൻ്റെ മരുമോൾക്ക് എൻ്റെ മകൻ്റെ അത്രയും സ്നേഹം തന്നെ കൊടുക്കണം എന്നായിരുന്നു ഞാൻ ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഓരോരുത്തർ കയറി വന്നത് വെച്ച് നോക്കുമ്പോൾ അവർക്കൊരു മൂല്യം കൊടുക്കാനില്ല എന്ന് പറയുമ്പോഴത്തേക്കും മൂർത്തി പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ നിനക്ക് എന്താ വ്യത്യാസം എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അങ്ങനെയാണോ അച്ഛാ കയറി വന്നതെന്ന് ചോദിക്കുവാണ് കേട്ടോ. നീ കയറി വന്നത് അങ്ങനെയല്ലായിരിക്കും, പക്ഷേ നിൻ്റെ ഇപ്പോഴത്തെ പെരുമാറ്റം അതിലും തരം താഴ്ന്നതാണെന്ന് പറഞ്ഞിട്ട് മൂർത്തി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിക്ക് ആകെ കൂടെ ദേഷ്യം കടിച്ചമർത്തി അങ്ങ് നിൽക്കുവാണ്. അത് കഴിയുമ്പോഴേക്കും മുത്തശ്ശൻ പോയി കഴിയുമ്പോഴേക്കും ദേവയാനി അനാമികയോട് പറയുവാണ്, മോളെ അങ്ങനെ എനിക്ക് അനിയും ആദർശം ഒരേപോലെ തന്നെയാണ്, ഞാൻ അവരെ അങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വന്നേക്കുകയും ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മരുമോൾക്ക് കൊടുക്കാൻ വെച്ച സ്നേഹം കൂടെ ഞാൻ മോൾക്ക് തരും എന്ന് പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ അനാമിക മനസ്സിൽ ചിരിക്കുന്നുണ്ട്. നയനേനെയും നവ്യനെയൊക്കെ കുറ്റം പറയുമ്പം മനസ്സിൽ ചെറുതായിട്ട് സന്തോഷിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട്, പെണ്ണുങ്ങളെല്ലാം പുറത്തു പോകാൻ റെഡി ആയിക്കോ പർച്ചേസിനൊക്കെ, ഇന്ന് ആണുങ്ങളൊക്കെയാണ് കുക്കിങ്, ആദർശനും സമ്മതമല്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ അവരൊക്കെ സമ്മതം പറഞ്ഞിട്ട് അജയനോട് പറയുകയാണ്, ചെന്ന് എല്ലാവരെയും വിളിച്ചിട്ട് വാടാ നമുക്ക് കുക്ക് ചെയ്യാം എന്ന് പറയുവാണ്. എന്നിട്ട് നയനെ നോക്കി നിൽക്കെ നമ്മുടെ ദേവയാനി, മോൾക്കായിരിക്കും ഞാൻ ആ സ്നേഹം എല്ലാം തരാൻ പോകുന്നതെന്ന്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ്.